ആദ്യത്തെ 25 പദങ്ങളുടെ തുക 400 ആയാൽ 13ാം പദം എത്ര? നമുക്ക് ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത്. ഈ കേസിൽ നമുക്ക് തുക കാണാനുള്ള ഇക്വേഷൻ അറിയണം. അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ഒരു ട്രിക്ക് ഉണ്ട്. പക്ഷെ എല്ലാ ട്രിക്കുകളോടും പഠിച്ചു വെച്ചാൽ എക്സാം സമയത്ത് മറന്നു പോകും. നമുക്ക് കൺവെൻഷൻ രീതിയിൽ തന്നെ ചെയ്യാം. നമ്മളെ തുക കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു ആദ്യ പദം അവസാനം പദം തരാത്ത കേസിൽ 2a + n - 1 ഇൻറ്റു d. നമുക്ക് 25 പദങ്ങൾ തന്നെ. അപ്പോൾ 25/2 ഇൻറ്റു 2a + n - 1 24 d ആയി. ഇനി 25 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 400/25 = ഈ 2നെ കൊണ്ട് ഈ 2നെ ഈ 24നെ ഒരുമിച്ച് കട്ട് ചെയ്തു. അപ്പോൾ a + 24d. ഇനി ഇവിടെ 1/2. ഇതിൽ രണ്ടിനെ ഞാൻ പുറത്തെടുത്ത്. അപ്പോൾ 2നെ 2നെ പുറത്തെടുത്ത് ഇൻറ്റു 2 ഇൻറ്റു ഇപ്പോൾ ഇവിടെ a മാത്രമേ വരൂ പ്ലസ് 24നെ 2 പുറത്തെടുത്താൽ ഇവിടെ 12. 2 12 ആണല്ലോ 24. ഇനി ഈ 2 കട്ട് ചെയ്തു. 25നെ 16 ഡിവൈഡ് 400 ഡിവൈഡ് നമുക്ക് 16 കിട്ടും. അപ്പോൾ 16 = a + 12d. ഈ കേസ് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 13ാം പദം എത്ര? അപ്പോൾ 13ാമത്തെ പദം കാണുന്ന ഇക്വേഷൻ 13ാം പദം = a + n - 1 ഇൻറ്റു d ആണ്. അപ്പോൾ a നമുക്കറിയില്ല. അപ്പോൾ a + 13 - 1 12d. അപ്പോൾ നമുക്ക് 13ാമത്തെ പദം കാണുന്ന ഇക്വേഷൻ നമുക്ക് a + 12d എന്ന് കിട്ടി. അതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 400 എന്ന് കിട്ടിയ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 16 ആണ്. അപ്പോൾ ഇവിടെ a + 12d 16 ആണെങ്കിൽ ഇവിടെ a + 12d 16. അപ്പോൾ നമുക്ക് 13ാമത്തെ പദം 16 ആയിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക 3n² + 2n ആയാൽ പൊതുവ്യത്യാസം എത്ര? n പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കാണാൻ വേണ്ടി ആദ്യം ഒന്നാമത്തെ പദത്തിൻ്റെ തുക ആണ്. ഒന്നാമത്തെ പദത്തിൻ്റെ തുകയും ഒന്നാമത്തെ പദവും സെയിം ആയിരിക്കും. അപ്പോൾ 3 ഇൻറ്റു n പകരം 1 കൊടുത്തു പ്ലസ് 2 ഇൻറ്റു 1. നമുക്ക് ആൻസർ 5 കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദത്തിന് തുക കിട്ടി. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഒന്നാമത്തെ പദം. അപ്പോൾ ഒന്നാമത്തെ പദം കിട്ടി. ഇനി തൊട്ടടുത്തൊരു പദം കൂടി കിട്ടി നമുക്ക് പൊതുവ്യത്യാസം കാണും. ഇനി ആദ്യത്തെ 2 പദങ്ങളുടെ തുക ഞാൻ കാണാൻ പോകണം. അപ്പോൾ 3 ഇൻറ്റു n പകരം 2. അപ്പോൾ 2² പ്ലസ് 2 ഇൻറ്റു 2. നമുക്കിവിടെ ആൻസർ 16 കിട്ടി. അപ്പോൾ രണ്ടാമത്തെ പദമല്ല 16, ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാണ് ഇവിടെ നമുക്ക് 16 കിട്ടിയിരുന്നത്. അപ്പോൾ 5ഉം 5ൻ്റെ തൊട്ടടുത്തുള്ള ഏതൊരു പദം കൂടി കൂട്ടിയാലാണ് നമുക്ക് 16 കിട്ടുക. പതിനാറിൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടി. അപ്പോൾ ആദ്യത്തെ പദം 5, രണ്ടാമത്തെ പദം 11. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് 11ൽ നിന്ന് 5 കുറച്ച് നമുക്ക് പൊതുവ്യത്യാസമായ 6 ലഭിക്കും. ഇനി ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് പൊതുവ്യത്യാസം ഡയറക്റ്റായി കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ n² ഗുണിതം എത്രയാണ് നോക്കുക. അപ്പോൾ ഇവിടെ 3n² ആണ്. അപ്പോൾ n² ഗുണിതം 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 = 6. നമുക്ക് ആൻസർ കിട്ടി. സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക 4n² + 3n ആയാൽ രണ്ടാമത്തെ പദം എത്ര? അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ ഒന്ന് പൊതുവ്യത്യാസം ഇങ്ങനെ കണ്ടുപിടിക്കാം.
ഇവിടെ തന്നിരിക്കുന്ന 4n² എടുക്കാം. അപ്പോൾ എന്നിൻ്റെ ഗുണിതം 4ആണ്. അപ്പോൾ 4 ഇൻറ്റു 2, അപ്പോൾ 8 നമ്മളുടെ പൊതുവ്യത്യാസം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാം പദമാണ്. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ പദം ഡയറക്റ്റ് കണ്ടുപിടിക്കാറില്ല, കാരണം ഇവിടെ പദങ്ങളുടെ തുകയുടെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാം പദം കണ്ടുപിടിക്കാം. അപ്പോൾ 4 ഇൻറ്റു 1² പ്ലസ് 3 ഇൻറ്റു 1, ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 4 3 7. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദങ്ങൾ, ആദ്യത്തെ ഒരു പദങ്ങളുടെ തുകയും ഒന്നാമത്തെ പദവും സെയിം ആയിരിക്കുമല്ലോ. നമുക്ക് ആദ്യ പദം 7, നമുക്ക് പൊതുവ്യത്യാസം അറിയാം 8. അപ്പോൾ 8 7 15. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പദം കിട്ടി.